ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അമൂല്യ നടനെക്കുറിച്ചാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അത് മറ്റാരുമല്ല കൂട്ടുകാരി, നമ്മുടെ ലാലേട്ടൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലെഴുത്തുകളാൽ അടയാളപ്പെടുത്തിയ ഒരു പേരാണ് മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ. 4 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ ഈ അതുല്യ പ്രതിഭ സ്വാഭാവികതയുടെയും വൈവിധ്യത്തിൻ്റെയും അപാരതയിൽ ലോകത്തെ വിസ്മയിപ്പിച്ചു. 1960 മെയ് 21-ന് ജനിച്ച മോഹൻലാൽ 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 250-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായി മോഹൻലാൽ ജനിച്ചു. അച്ഛൻ കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിൽ ജോലി നോക്കിയിരുന്നു. തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ടു വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ കുട്ടിക്കാലം. മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിൽ സജീവമായിരുന്നു. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തു. തിരുവനന്തപുരത്തെ MG കോളേജിലായിരുന്നു അദ്ദേഹം BCom ഡിഗ്രി തിരഞ്ഞെടുത്തത്. പ്രിയദർശൻ, മണിയൻ പിള്ളരാജു തുടങ്ങിയവർ ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ പഠിച്ചവരായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ പ്രതിഭയെ തേടിയെത്തി. 2001 പത്മശ്രീയും 2019 പത്മഭൂഷണും ലഭിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലും അദ്ദേഹം എത്തി. സ്വാഭാവികമായ അഭിനയശൈലി, വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ്, ഊർജ്ജസ്വലമായ സ്ക്രീൻ സാന്നിധ്യം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. മോഹൻലാലിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിർത്തുന്നത് നായകനായും സഹനടനായും വില്ലനായും ഹാസ്യ കഥാപാത്രങ്ങളായും എല്ലാ വേഷത്തിലും അദ്ദേഹം തിളങ്ങി. അതുപോലെ തന്നെ മലയാള സിനിമയുടെ പുരോഗതിയിൽ മോഹൻലാൽ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. യഥാർത്ഥ അർത്ഥത്തിൽ ഒരു യുഗത്തിൻ്റെ നടൻ, അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് കിട്ടിയ ഒരു അമൂല്യ നിധിയാണ് നമ്മുടെ ലാലേട്ടൻ, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ. 1980-90കളിലെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ മോഹൻലാൽ എന്ന നടൻ തൻ്റെ അതുല്യമായ പ്രതിഭയുടെ തെളിവുകളാൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയുണ്ടായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, സോളമൻ എന്ന കർഷകൻ്റെ നിഷ്കളങ്കതയും ഊർജവും ഈ വേഷത്തിൽ അദ്ദേഹം ഭംഗിയായി അവതരിപ്പിച്ചു. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ ദാസൻ എന്ന യാത്രാവിരുന്നിൻ്റെ ധീരതയും സ്വാതന്ത്ര്യപ്രേമവും ലാൽ ഈ വേഷത്തിലൂടെ പ്രേക്ഷകരെ കൈയടിപ്പിച്ചു. അതുപോലെ തന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ ഹിറ്റായ മറ്റു സിനിമകളായ ചിത്രം, വിഷ്ണു എന്ന ചിത്രകാരൻ്റെ കലാസൃഷ്ടിക്ക് വേണ്ടിയുള്ള ത്യാഗവും, കിരീടം, സേതുമാധവൻ എന്ന യുവാവിൻ്റെ ധീരതയും നീതിബോധവും അവതരിപ്പിച്ചു. ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠൻ അതുപോലെ തന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിൻ്റെ ദേഷ്യവും പ്രതികാരവും, ഇരുവർ ആനന്ദ് എന്ന യുവാവിൻ്റെ ജീവിതത്തിലെ പ്രണയവും വേർപാടും അവയിൽ ചിലതാണ്. അതുപോലെ തന്നെ നമ്മുടെ അന്തരിച്ച തമിഴ് നടനും നിർമ്മാതാവുമായ K. ബാലാജിയുടെ മകൾ സുചിത്രയെയാണ് മോഹൻലാൽ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 മക്കളാണ്, പ്രണവ്, വിസ്മയ. 2005 തന്മാത്ര എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2007 പുറത്തിറങ്ങിയ പരദേശി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ഫിലിംഫെയർ പുരസ്കാരവും ക്രിട്ടിക്സ് അവാർഡും ലഭിച്ചു. 1986 പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി.
അഭിനയത്തിൽ മാത്രമല്ല ലാലേട്ടൻ ബിസിനസ്സിലും സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അഭിനയത്തിൽ നമുക്കറിയാം അദ്ദേഹം നമ്മുടെ അതുല്യ പ്രതിഭയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആദ്യമായി മലയാള സിനിമാ രംഗത്ത് നിന്ന് ആദ്യമായി ഫുഡ് ബിസിനസ്സിൽ എത്തുന്നത് ലാലേട്ടൻ ആയിരുന്നു. കേരളത്തിലെ ആദ്യ DTA സ്റ്റുഡിയോ ആയിരുന്ന വിസ്മയ മാക്സ് തുടങ്ങിയവയും അദ്ദേഹം ആയിരുന്നു. സമാനതകളില്ലാത്ത അഭിനയ മികവുമായി മലയാള സിനിമാ ലോകം കീഴടക്കിയ അതുല്യ പ്രതിഭയാണ് നമ്മുടെ ലാലേട്ടൻ. മലയാളികൾ ലാലേട്ടൻ എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന ഈ മഹാപ്രതിഭ നടൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത മേഖലകൾ ചുരുക്കമാണ്. ബിസിനസ്സിലുമുണ്ട് ലാലേട്ടൻ വ്യക്തിമുദ്ര പതിപ്പിച്ച സംരംഭങ്ങൾ. ആശീർവാദ് സിനിപ്ലക്സ്, വിസ്മയ മാക്സ്, ട്രാവൻകൂർ കോർട്ട് തുടങ്ങിയ ലാലേട്ടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞത് നിരവധി ബിസിനസ് മേഖലകളിൽ സിനിമാ നിർമ്മാണവും ഡിസ്ട്രിബ്യൂഷനും മുതൽ ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ, ഫിലിം സ്റ്റുഡിയോ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ എത്ര പരീക്ഷണങ്ങൾ. ഇവയിൽ ചിലത് പിന്നീട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്ത് തന്നെ ആദ്യമായി ബിസിനസ് പരീക്ഷണങ്ങൾ ആരംഭിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു നമ്മുടെ ലാലേട്ടൻ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഫുഡ് ബിസിനസ്സിലേക്ക് ചുവടുവെച്ച ആദ്യത്തെ വ്യക്തിയും അദ്ദേഹം തന്നെയായിരുന്നു. ദുബായിലെ റെസ്റ്റോറൻറ്റ് രംഗത്തും മോഹൻലാൽ നിക്ഷേപം നടത്തിയിരുന്നു. 2004 മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് എന്ന ബ്രാൻഡിൽ കറി മസാല ഇറങ്ങിയിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, അച്ചാർ തുടങ്ങിയ വിപണിയിൽ എത്തിച്ചത് ആരും മറന്നു കാണില്ല. 2007 ഇത് ഈസ്റ്റേൺ ഗ്രൂപ്പിന് അദ്ദേഹം കൈമാറിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. പിന്നീടാണ് കൊച്ചിയിലെ 4 സ്റ്റാർ ഹോട്ടലായ ട്രാവൻകൂർ കോർട്ടിൽ അദ്ദേഹം നിക്ഷേപം നടത്തുന്നത്. ഹോട്ടലിൻ്റെ ഉടമകളിൽ ഒരാളാണ് മോഹൻലാൽ. കോഴിക്കോടും തൊടുപുഴയിലും പെരുമ്പാവൂരിലും ഒക്കെയുള്ള ആശീർവാദ് സിനിപ്ലക്സ് എന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ മാനേജിംഗ് പാർട്ട്ണറുമാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.